أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. മുസ്ലിങ്ങളെ, നിങ്ങൾ പ്രഖ്യാപിക്കുവിൻ, ഞങ്ങൾ അള്ളാഹുവിലും ഞങ്ങൾക്ക് അവതരിച്ചു കിട്ടിയ സന്മാർഗത്തിലും ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് സന്തതികൾ എന്നിവർക്ക് അവതരിച്ചതിലും മുസാക്കും ഈസാക്കും നൽകപ്പെട്ട മാർഗദർശനങ്ങളിലും മറ്റെല്ലാ പ്രവാചകന്മാർക്കും അവരുടെ നാഥനിൽ നിന്നും നൽകപ്പെട്ടതിലും വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ അവരിൽ ആരോടും വിവേചനം കാണിക്കുന്നില്ല. അള്ളാഹുവിന് സർവസ്വവും അർപ്പിച്ചവരാകുന്നു ഞങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭരണവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സാലിഹായ മലായി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ലഭിക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു ആയത്ത് 135 ആയത്ത് വരെയാണ് നമ്മൾ ബക്കറ പഠിച്ചത്. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിരുന്നു, ഈ യഹൂദികൾ, ക്രിസ്ത്യാനികൾ അവർ പറയാറുണ്ടായിരുന്നു, യഹൂദിയായാൽ മാത്രമേ അല്ലെങ്കിൽ നസ്രാണി ആയാൽ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്നുള്ള ഒരു വാദം അവർക്കുണ്ടായിരുന്നു. അപ്പോ കഴിഞ്ഞ ആയത്തുകൾ പറയുന്നുണ്ട്, മുസ്ലിങ്ങളോട് പറയാൻ, അതായത് പ്രവാചകൻ അവരോട് പറയും, നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഇബ്രാഹിം, നമ്മുടെ എല്ലാവരുടെയും പിതാവായ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ച അതേ ഇബ്രാഹിം ഇസ്ലാം, പക്ഷെ ഞങ്ങൾ അതേ പഠിപ്പിച്ച അതേ പ്രമാണങ്ങൾ അതുപോലെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് മറുപടി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്ന് ഈ ആയത്തിൽ അവരോട് അള്ളാഹു പറയാണ്, മുസ്ലിങ്ങളെ നിങ്ങൾ അവരോട് ഇങ്ങനെ പറഞ്ഞോളൂ. അതായത് ഈ യഹൂദരും ക്രിസ്ത്യാനിയുമായ ആളുകളോട് നിങ്ങൾ പ്രഖ്യാപിക്കുവിൻ, ഞങ്ങൾ അള്ളാഹുവിലും ഞങ്ങൾക്ക് അവതരിച്ചു കിട്ടിയ സന്മാർഗത്തിലും എല്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാം മുതലുള്ള എല്ലാ പ്രവാചകന്മാരിലും, യാക്കൂബ് സന്തതികൾക്കിടയിൽ വന്ന പ്രവാചകന്മാർക്കിടെ എല്ലാവർക്കും അവതരിച്ച വേദങ്ങളിലും, അതുപോലെ തന്നെ മൂസാ നബിക്കും ഈസാ നബിക്കും നൽകപ്പെട്ട എല്ലാ മാർഗദർശനങ്ങളും മറ്റെല്ലാ പ്രവാചകന്മാർക്കും റബ്ബിൽ നിന്ന് കിട്ടിയ എല്ലാത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ അവരോട് അങ്ങനെ പറയണം. അതായത് ഞങ്ങൾ ആരോടും വിവേചനം കാണിക്കുന്നില്ല. അതായത് ഇന്ന പ്രവാചകനിൽ ഞങ്ങൾ വിശ്വസിക്കില്ല, ഇന്നവരിൽ ഞങ്ങൾ വിശ്വസിക്കും, ഇന്ന പ്രവാചകൻ ശരിയാണ്, ഇത് ശരിയല്ല എന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു വിവേചനവുമില്ല. ഞങ്ങളുടെ നാഥൻ അയച്ച എല്ലാ പ്രവാചകന്മാരും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. അവരെല്ലാത്തിലും ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിരിക്കുന്നു. അവർ കൊണ്ടുവന്ന വേദത്തിലും ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല, ഞങ്ങൾ അത് പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെ അത്തരത്തിൽ ഞങ്ങൾ അള്ളാഹുവിന് സർവസ്വവും അർപ്പിച്ചവരാകുന്നു ഞങ്ങൾ. അതായത് ഇതാണ് പൂർണ്ണത എന്ന് പറയുന്നത്. മുസ്ലിം എന്ന് പറയുന്നത് മുഴുവനായും കീഴ്പ്പെട്ടവരാണ്, അള്ളാഹുവിൽ നിന്ന് വന്ന എല്ലാത്തിനെയും അംഗീകരിക്കുന്നവരാണ് എന്ന് അവരോട് തിരിച്ചു പറയാനാണ് പറയുന്നത്. ഇവിടെ ഈ അർത്ഥത്തിലേക്ക് കടക്കാം. അതായത് ഖൂലൂ, നിങ്ങൾ പറയുക. അതാരോടാണ് പറയുന്നത്? മുസ്ലിങ്ങളോട് അള്ളാഹു പറയാണ്, ഖൂലൂ. ഖുൽ എന്ന് പറഞ്ഞാൽ എന്താ? നീ പറയുക. ഖുൽ ഖാല, അവൻ പറഞ്ഞു, ഖുൽ നീ പറയുക. ഇവിടെ ഖൂലൂ എന്നൊരു കൂട്ടരോടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുക. എന്താ പറയേണ്ടത്? ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. യാമന്ന എന്നുള്ളത്
ആമന എന്ന ആമന ആമനു എന്നുള്ള 14 സർഫാക്കുമ്പോൾ അവസാനം വരുന്ന ഞങ്ങൾ വിശ്വസിച്ചു, ആമൻ തു ഞാൻ വിശ്വസിച്ചു, ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു, 14ാമത്തെ രൂപം. അതില് ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി എവിടെ അള്ളാഹുവിൽ വിശ്വസിച്ചു. അപ്പൊ ആ വിശ്വാസം കൊണ്ട് നിർത്തുന്നില്ല, പിന്നെന്താണ് വാ ആൻഡ് മാ എന്താണോ ഉൻസില ഇറക്കപ്പെട്ടതിൽ, അൻസല എന്നാൽ ഇറക്കി എന്നാണ്. അൻസലയുടെ പാസീവ് ഫോമാണ് ഉൻസില. ആ എന്നത് ഊ ആക്കുമ്പോൾ ഇറക്കപ്പെട്ടു പാസീവായി മാറും അല്ലെ. അപ്പോ ആ ഉൻസില ഇറക്കപ്പെട്ടു. അപ്പൊ വമാ എന്താണോ മാ എന്താണോ ഉൻസില ഇറക്കപ്പെട്ടത് ഇലൈന ഞങ്ങൾക്ക്, ഇല പ്ലസ് ന ആണ് ഞങ്ങൾക്ക് എന്നിട്ട് ഇല എന്ന് പറഞ്ഞ ലേക്ക്, ന ഞങ്ങൾ. അപ്പൊ ഇല പ്ലസ് ന ഇലൈന ഞങ്ങളിലേക്ക്, അതാ ഞങ്ങൾക്ക്. അതായത് ഞങ്ങൾക്ക് ഇറക്കപ്പെട്ടതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആമന്ന അവർ പറയാണ് ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു ബില്ലാഹി അള്ളാഹുൽ വാ ആൻഡ് മാ ഉൻസില ഇലൈന എന്താണോ ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് അതിൽ. പിന്നെ വാ ആൻഡ് അവിടെ കൊണ്ട് പറയാൻ നിർത്തത് നസ്രാണികളോടും ക്രിസ്ത്യാനികളോടും പറയാണ്. അവരോട് അത് മാത്രം പറഞ്ഞാൽ ഒരു വിശ്വാസം അവർ പൂർത്തിയാവില്ല, അവരുടെ ആ ഒരു വാദത്തെ ഖണ്ഡിക്കുകയില്ല. മനസ്സിലായില്ല. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യണം. വാ ആൻഡ് മാ എന്താണോ ഉൻസില ഇറക്കപ്പെട്ടത് ഇല ഇബ്രാഹിം നബിയിലേക്ക്. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, വളരെ കുറച്ച പുതിയ വാക്കുകളെ ഇതിലുള്ളൂ. ബാക്കിയെല്ലാം ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് പേരുകളാണ്. പിന്നെ ഉൻസില എന്നുള്ള വാക്കും ഇല എന്നുള്ള വാക്കും കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. മാ എന്താണോ ഉൻസില ഇറക്കപ്പെട്ടത്, പിന്നെ ആരിലേക്ക് ഇലാലേക്ക് ഇബ്രാഹിമിലേക്ക്. വാ ആൻഡ് ഇസ്ഹാഖ് നബിക്ക്, അതുപോലെ വാ ആൻഡ് യാക്കൂബ് നബിക്ക്. വാ ആൻഡ് അൽ അസ്ബാത്ത് എന്ന് പറഞ്ഞ സന്തതി പരമ്പര എന്നാണ് കേട്ടോ. സന്തതികൾ എന്നുള്ളത് സന്താനങ്ങൾ, അസ്ബാത്ത് ഓർത്ത് വെച്ചോളൂ. അതായത് യാക്കൂബ് നബി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ 12 മക്കളായിട്ട് അങ്ങനെ വരുന്ന സന്താന പരമ്പര ഒരുപാട് അവിടെ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിന്നൊക്കെ ഒരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ എന്നുള്ളത് അല്ലെ. ബനി ഇസ്രായേൽ എന്നുള്ളത് ആരംഭിക്കുന്നതിന് യാക്കൂബ് നബിയുടെ മക്കളായ അവരിൽ നിന്നാണ് ബനി ഇസ്രായേൽ. അപ്പൊ അവർക്കിടയിൽ ഒരുപാട് സന്താന പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട്. 12 മക്കളിൽ നിന്ന് 12 ഗോത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആർക്കാണോ അള്ളാഹു എന്താണോ ഇറക്കിയത് അതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിൽ യാതൊരു വിവേചനമില്ല. വമാ ഊത്തിയ പിന്നെന്താ പറയുന്നത്, അവസാനം ഈ നമ്മുടെ മുഹമ്മദ് നബിയുടെ മുന്നേ ഇറങ്ങിയ മൂസാ നബി, ഈസാ നബി, അവരിലും കൂടി പറഞ്ഞു നിർത്തുകയാണ്. അതായത് വാ ആൻഡ് മാ എന്താണോ ഊത്തിയ നൽകപ്പെട്ടു. ഊത്തിയ എന്ന് പറഞ്ഞപടി അല്ലെ, ഊത്തിയ എന്ന് പറഞ്ഞാല് നൽകപ്പെട്ടു എന്നാണ്. നൽകപ്പെട്ടതിലും ആർക്ക് മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടതിലും എന്താണോ അതും ഞങ്ങൾ വിശ്വസിച്ചു. വാ ആൻഡ് ഈ വാ എന്ന് കണക്ട് ചെയ്യുന്ന എന്തിനോടാണ്? ഫസ്റ്റ് പറഞ്ഞ ആമന്നയോടാണ് കേട്ടോ. ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഇതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ആൻഡ് എന്ന് വെച്ച് കണക്ട് ചെയ്ത് പറയാണ്. വമാ ഊത്തിയ മൂസ അലൈഹി ഇസ്ലാമിന് നൽകപ്പെട്ടതിലും വ ഈസാ അലൈഹി ഇസ്ലാമിനും നൽകപ്പെട്ടത്. വാ ആൻഡ് മാ എന്താണോ ഊത്തിയ നൽകപ്പെട്ടത് നബിയൂൻ പ്രവാചകന്മാർക്ക്. നബി എന്നതിന്റെ പ്ലൂറലാണ് നബിയൂൻ അല്ലെ. നബിയീൻ എന്നുണ്ട്, നബിയൂൻ എന്നുണ്ട്, 2 തരത്തിൽ പറയും. അംബിയ എന്നും പറയാറുണ്ട് അല്ലെ, അംബിയ. അപ്പൊ നബി എന്നല്ല, അപ്പൊ നബിയു എന്ന് പറഞ്ഞ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട, അതായത് പിന്നീട് പേര് പറയാത്ത ഒരുപാട് പ്രവാചകന്മാർ ആ യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ആരൊക്കെയാണോ ആ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു എന്നാണ് പറഞ്ഞത്. മിർ റബ്ബിഹിം അവരുടെ റബ്ബിങ്കൽ നിന്ന്, നാഥനിൽ നിന്ന് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട. അതായത് നമ്മുടെ ശരിക്കുള്ള വിശ്വാസം ആരിലാണ്? ബില്ലാഹി അള്ളാഹുവിലാണ്. പിന്നെ ആ അള്ളാഹുവിനെ പിടിച്ചിട്ടാണ് ബാക്കി. ആ അള്ളാഹു അയച്ചിട്ടുള്ള എല്ലാത്തിലും ആ മിർ റബ്ബിഹിം എന്നവിടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ റബ്ബിൽ നിന്ന് വന്ന എന്ത് പ്രവാചകനായിക്കോട്ടെ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല, അവർ കൊണ്ടുവന്ന എല്ലാത്തിലും പൂർണ്ണമായിട്ട് വിശ്വസിച്ചവരാണ് മുസ്ലിങ്ങൾ ഞങ്ങൾ എന്ന് അവരോട് പറയാണ്. ഈ ആയത്ത് വളരെ സിമ്പിൾ ആണ്. ഖൂലൂ നിങ്ങൾ പറയുക, ആമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്ത് എന്ന സന്താന പരമ്പര കേട്ടോ. വമാ ഊത്തിയ മൂസ വ ഈസ മൂസ അലൈഹി ഇസ്ലാമിനും ഈസ അലൈഹി ഇസ്ലാമിനും നൽകപ്പെട്ടതില്. വമാ ഊത്തിയ നബിയുന മിർ റബ്ബിഹിം അവരുടെ പ്രവാചകന്മാർ അവരുടെ റബ്ബിൽ നിന്ന് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട എല്ലാത്തിലും നുഫർരിഖു എന്നുള്ള പുതിയ വാക്ക്. ലാ എന്ന് പറഞ്ഞാൽ ഇല്ല,
നുഫരിക്കു എന്ന് പറഞ്ഞാൽ ഫറക്ക യുഫരിക്കു എന്നുള്ള വാക്കാണ്. ഫറക്ക എന്ന് പറഞ്ഞാൽ വിവേചനം കൽപ്പിക്കുന്നതിനെ പറയും, വിവേചനം കൽപ്പിക്കുക, ഫറക്ക യുഫരിക്കു. അപ്പൊ നുഫരിക്കു നാ വെച്ച് പറയുമ്പോ എന്താവും, ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നുള്ള. അപ്പൊ ലാ നുഫരിക്കു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ലാ നുഫരിക്കു എന്തിന്, ബൈന ഇടയിൽ, അഹദ് ഒരാൾ, ഒന്ന്, അഹദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ആ അഹദ്, അഹദ് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരാൾ. അപ്പൊ ഒരാൾക്കിടയിലും ഞങ്ങൾ മിൻഹും അവരിൽപ്പെട്ട, ആരിൽപ്പെട്ട, ഈ മിൻഹും എന്ന് പറയുന്ന ആരെ കുറിച്ചാൽ, ഈ പ്രവാചകന്മാരിൽ, മേലെ പറഞ്ഞ പ്രവാചകന്മാർക്കിടയിൽ, മിൻഹും അവരിൽ നിന്നുള്ള ഒരാൾക്കിടയിലും ഞങ്ങൾ എന്താക്കുന്നില്ല, ലാ നുഫരിക്കു ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ആൻഡ് നഹ്നു ഞങ്ങൾ എന്താണ്, നഹ്നു ലഹു അവന്, മുസ്ലിമൂൻ. മുസ്ലിം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്, അസ്ലമ യുസ്ലിം, മുസ്ലിം കീഴ്പ്പെട്ടവർ. അപ്പൊ മുസ്ലിമൂൻ ഞങ്ങൾ മുസ്ലിമൂനാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കീഴ്പ്പെട്ടവരാണ്. ആർക്ക്, നെഹ്നു ലഹു അവനാരാണ്, അള്ളാഹുവിന്. അപ്പൊ നെഹ്നു ഞങ്ങൾ. അപ്പൊ ഇവിടെ പറഞ്ഞ ഈ ആയത്ത് വലിയൊരു ആയത്താണെങ്കിലും വളരെ കുറച്ച് വാക്കുകൾ മാത്രം പുതിയതായിട്ട് വന്നിട്ട് വളരെ സിമ്പിളായ അർത്ഥം പറയാൻ പറ്റിയ ഒരു ആയത്താണത്. ഖുലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹിമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വൽഅസ്ബാത്തി വമാ ഊതിയ മൂസ വഈസ, മൂസാക്കും ഈസാ നബിക്കും നൽകപ്പെട്ടതിൽ, വമാ ഊതിയ നൽകപ്പെട്ട നബിയൂന മിർ റബ്ബിഹിം, റബ്ബിൽ നിന്ന് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ടതിലല്ല. പിന്നെ പറയാണ് ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, ലാ നുഫർരിഖു ബൈന, ഞങ്ങൾ അവരിൽ ഒരാൾക്കും എന്താക്കൂല, വിവേചനം കൽപ്പിക്കുകയില്ല. നുഫർരിഖു എന്നുള്ള വിവേചനം, പിളർപ്പ്, അതായത് ഒരു വിഭാഗീയത, ഭിന്നത കൽപ്പിക്കുകയില്ല എന്നുള്ള അർത്ഥം. നുഫരിക്കാണ് ഇവിടെ പുതിയൊരു വാക്കുള്ളത്. അഹദ്, ബൈന അഹദ് അവർക്കിടെ, ഒരാൾക്കിടയിലും, മിൻഹും അവരിൽ നിന്നുള്ള, വനഹ്നു ഞങ്ങളാണെങ്കിൽ ലഹു അവന്, മുസ്ലിമോൻ കീഴ്പ്പെട്ടവരാകുന്നു. ഈ ഒരായത്ത് പറയുന്നത് പ്രവാചകന്മാർക്കിടയിൽ വിവേചനം കൽപ്പിക്കാതിരിക്കുക എന്നാൽ, ഒരാൾ അതായത് അത് പറഞ്ഞ, അപ്പൊ അങ്ങനെ വിവേചനം കൽപ്പിക്കുന്നതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഒരാൾ സത്യത്തിലും മറ്റൊരാൾ അസത്യത്തിലും ആയിരുന്നുവെന്ന നിലക്കോ, ചിലരെ വിശ്വസിക്കുകയും ചിലരെ അവിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന നിലക്കോ അവർക്കുള്ള വ്യത്യാസം കൽപ്പിക്കാതിരിക്കുകയാണ്. അതായത് മനസ്സിലായില്ല. അതായത് പ്രവാചകന്മാർ വിവേചനം എന്ന് പറഞ്ഞാൽ, ഒരാളിൽ നമ്മൾ വിശ്വസിക്കും, മറ്റൊരാളിൽ ഞങ്ങൾ വിശ്വസിക്കൂല. അതായത് ചിലർ അങ്ങനെയുള്ള ഒരു വ്യത്യാസം, അവര് അതായത് ഒരാൾ അസത്യം കൊണ്ട് വന്നതാണ്, മറ്റൊരാൾ അസത്യം കൊണ്ട് വന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കില്ല, അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു വിവേചനം കൽപ്പിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നിയുക്തരായ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള പ്രവാചകന്മാരെല്ലാം തന്നെ ഒരേ സത്യത്തിലേക്കും സന്മാർഗത്തിലേക്കും ക്ഷണിക്കാനാണ് വന്നിട്ടുള്ളതെന്ന് വ്യക്തം. അതായത് നമ്മളല്ല ജഡ്ജ് ചെയ്യേണ്ടത്, ഇത് അള്ളാഹുവിൽ നിന്നുള്ള വന്നതാണെങ്കിൽ അത് സത്യമാണെന്നുള്ളത് ഉറപ്പാണ്. അവിടെ നമ്മൾ പ്രവാചകനെ വിലയിരുത്തി അത് ചെകഞ്ഞു അന്വേഷിച്ചുകൊണ്ട് ഇദ്ദേഹം കൊണ്ടുവന്ന അസത്യം ആണ് ശരിയല്ല, മറ്റേ പ്രവാചകൻ കൊണ്ടുവന്ന അല്ല സത്യം എന്ന് പറയാൻ നമുക്ക് എന്തധികാരം? കാരണം അന്ന് ആദം അലൈഹി ഇസ്ലാം മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരേ ആശയമാണ്. ഏകനായ റബ്ബിനെ ആരാധിക്കുക എന്നുള്ള ആ ഒരു, നിങ്ങൾ അള്ളാഹുവിനെ കീഴ്പ്പെടുക, ഇബാദുകളാവുക എന്ന് പറഞ്ഞ ആ ഒരൊറ്റ ആശയമാണ് അന്നും ഇന്നും പ്രവാചകം. അപ്പൊ അത് ഒരാൾ കൊണ്ടുവന്ന് എങ്ങനെ സത്യമല്ലാതിരിക്കുന്നു? അസത്യം എന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത്? അതിനാൽ എല്ലാ പ്രവാചകന്മാരും സത്യവാന്മാരെന്ന് വിശ്വസിക്കുകയല്ലാതെ യഥാർത്ഥ സത്യസ്നേഹിക്ക് നിർവാഹമില്ല, അല്ലെ? ഒരാള് ശരിക്കും ഒരു പ്രവാചകനെ സമ്മതിക്കുകയും മറ്റൊരു പ്രവാചകനെ നിഷേധിക്കുകയും ചെയ്യുന്നവർ തങ്ങൾ സമ്മതിക്കുന്ന പ്രവാചകനിൽ പോലും വാസ്തവത്തിൽ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണ്? മൂസ അലൈഹി ഇസ്ലാം, ഈസാ അലൈഹി ഇസ്ലാമും മറ്റു പ്രവാചകന്മാരും ഉന്നയിച്ച ആ സാർവലൗകിക സന്മാർഗത്തെ അവൻ അവലംബിച്ചിട്ടില്ല. പൂർവികരെ അന്ധമായി അനുകരിച്ചുകൊണ്ട് ഒരു പ്രവാചകനെ അവരങ്ങ് സമ്മതിച്ചുവെന്നേ ഉള്ളൂ. അത്തരക്കാരുടെ മതം ഒരു പ്രവാചകനെയും അനുഗമിക്കലല്ല, വംശപക്ഷപാതവും അന്ധമായ അനുകരണവുമാണ്. അതായത് ശരിക്കും ഒരാള് പറയാണ്, ഞാൻ ഇന്ന പ്രവാചകനിൽ വിശ്വസിച്ചു, ഇന്നയാളിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോ തന്നെ അവിടെ മനസ്സിലാവുന്ന എന്താണ്? അദ്ദേഹം ശരിക്കും അള്ളാഹുവിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് ആ വിശ്വസിച്ചു എന്നുള്ള പ്രവാചകനിൽ പോലും പൂർണ്ണമായി വിശ്വസിക്കപ്പെട്ടിട്ടില്ല. അതായത് ഏതെങ്ങനെ ശരിയാവാണ്? ഒരാൾ ഉണ്ടാക്കിയ ഒരു സാധനം ഞാൻ ട്രസ്റ്റ് ചെയ്യും, ഒരു സാധനം ഞാൻ ട്രസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ, സത്യം പറഞ്ഞാൽ എന്താണ്? ഉണ്ടാക്കിയ സാധനത്തിൽ ട്രസ്റ്റ് ഇല്ല എന്നാണ്. കാരണം അദ്ദേഹം ആ ഒരു സൃഷ്ടാവിന്റെ കഴിവിലൊന്നും, സൃഷ്ടിപ്പിന്റെ അതിലൊന്നും ട്രസ്റ്റ് ചെയ്യാനുള്ള മനസ്സ് അയാൾക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അവര് ശരിക്കും ഇവരുടെ ഈഗോ ആണ് ഒരു പ്രവാചകനെ അംഗീകരിക്കാതിരിക്കാനുള്ള പക്ഷപാതിത്വം, വംശീയത
ഇപ്പൊ പറയുന്ന ആ ഒരു വംശീയത ഉണ്ടല്ലോ, ഞങ്ങൾ മാത്രമാണ് ശരി എന്നുള്ള ആ ഒരു വംശീയം അന്ധമായ അനുകരണവും മാത്രമാണ് പ്രവാചകന്മാരെ അംഗീകരിക്കാതിരിക്കാനുള്ള ഇതിനുള്ള കാരണം. ഇവിടെ ഈ ഒരായത്തിന്റെ വിശദീകരണത്തില് ഇവിടെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അംഗീകരിച്ചു എന്നാണ് ആദ്യം ഇതിനു മുന്നുള്ള ആയത്തിൽ പറയുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ മാത്രം എടുത്ത് പറഞ്ഞതിന്റെ താല്പര്യം ശരിക്കും അവർക്ക് അള്ളാഹു അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കൽപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ആയത്തില്. അതായത് ഇതിന്റെ മുന്നത്തെ ആയത്തിൽ പറഞ്ഞ ഞങ്ങൾ ഇബ്രാഹിം പിതാവായ നിങ്ങളുടെയൊക്കെ പിതാവ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ടാണല്ലോ കഴിഞ്ഞ ആയത്ത് പറയുന്നത്. പക്ഷെ അത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ മാത്രം വിശ്വസിച്ചു എന്ന് പറഞ്ഞ് നിർത്തുകയല്ല, അതിന്റെ ബാക്കി എക്സ്പ്ലനേഷൻ ആണ്, ബാക്കി കാര്യമാണ് മുസ്ലിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പറയൂ, പോലു ആമന്ന ബില്ല, ഞങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ മാത്രമല്ല അത് കഴിഞ്ഞിട്ടുള്ള എല്ലാവരിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇതിന്റെ ബാക്കി പത്രമായിട്ട് ഇവിടെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഈ ആയത്തിൽ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഞങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള പ്രവാചകന്മാരെ തള്ളിക്കളയുന്നു എന്നല്ല ഇതിന് മുന്നേയുള്ള ആയത്ത് പറയുന്നത്. അവരുടെ സന്ദേശങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഈ അസ്ബാത്ത് എന്ന വാക്ക് വരുന്നത് സബുത്ത് എന്ന ഒരു സിംഗുലർ വേർഡ്, അതായത് മുഫ്രദ് എന്നാണ് അസ്ബാത്ത് എന്ന ജമ്മ് ഉണ്ടാകുന്നത്. അതിന്റെ അർത്ഥം നിന്ന് വ്യാപനം, വികസനം എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഈ അസ്ബാത്ത് എന്ന വാക്കിന്റെ അർത്ഥം. ഇവിടെ ഇവിടെ വേറൊരു കാര്യം, നബിയൂന അസ്ബാത്ത് എന്നതില് ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത്. അസ്ബാത്ത് യാക്കൂബ് നബിയുടെ സന്തതികൾ എന്നാണ് ഈ അസ്ബാത്ത് പറയുന്നത്. യാക്കൂബ അസ്ബാത്ത, ആ സന്തതാന പരമ്പര എന്ന് പറയുന്നത് നമുക്കറിയാം 12 മക്കളാണ് യാക്കൂബ് നബിക്ക് ഉണ്ടായിരുന്നത്. 10 ഒരു വേറെ ഉമ്മാന്റെയും 2 ബിനിയാമീനും യൂസുഫ് അലൈഹിസ്സലാം. ബിനിയാമീനും യൂസുഫ്, അത് വേറൊരു ഉമ്മ, അവരുടെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒരു വേറെ എക്സ്പ്ലനേഷൻ പറയുന്നത്, ഈ 10 ബ്രദേഴ്സിന് എന്തുകൊണ്ടാണ് ഈ 2 യൂസുഫ് അലൈഹി ഇസ്ലാമിനോടും ബിനിയാമിനോടും ഇത്രമാത്രം അസൂയ ഉണ്ടായ കാരണം എന്ന് വെച്ചാൽ, ഈ ബിനിയാമീന്റെ ജനനത്തോടു കൂടി അവരുടെ ഉമ്മ, യാക്കൂബ് നബിക്ക് 4 ഭാര്യമാരില് ഈ ഒരു ഭാര്യ നേരത്തെ മരിച്ചുപോയി. ബിനിയാമീന്റെ പ്രസവത്തോടു കൂടി അവർ മരിച്ചുപോയി. അപ്പൊ ആ കുട്ടികൾ 2 പേരും ഉമ്മയില്ലാതെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉപ്പാക്ക് മാതാവില്ലാത്ത ആ ഒരു കുട്ടികളോട് കുറച്ചുകൂടി ഒരു കെയറിങ് കൂടുതലായിരുന്നു. അപ്പൊ ഈ ഒരു കെയറിങ് കാരണമാണ് മറ്റുള്ള 10 ബ്രദേഴ്സ്, വേറെ ഉമ്മാന്റെ മക്കളായ 10 ബ്രദേഴ്സിന് അവരോടൊരു ഒരുതരം ഒരു വിമിഷ്ടം ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ മൊത്തം 12 മക്കളിലെ 12 ഗോത്രങ്ങൾ ഈ സന്താന പരമ്പരയിൽ ഉണ്ടായി. നമുക്കറിയാം ഇവര് പിന്നീട് ഈജിപ്തിലേക്ക് കുടിയേറിയതുമായി യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കഥ അവസാനിക്കുമ്പോൾ ഈജിപ്തിലാണ് ഇവർ അവസാനം എത്തിപ്പെടുന്നത്. അങ്ങനെ ഈജിപ്തിൽ 12 ഗോത്രങ്ങളായി ഇവർ ഒരു മകനിൽ നിന്ന് ഒരുപാട് സന്താന പരമ്പര ഉണ്ടായി. അങ്ങനെ 12 വലിയ വലിയ ഗോത്രങ്ങളായി. നമുക്കറിയാം മൂസ അലൈഹി ഇസ്ലാം പോയ സമയത്ത് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ സീനാ താഴ്വരയിൽ എത്തുന്നുണ്ട്. അവിടെ 12 അടി ഉറവകള് പാറയിൽ അടിച്ചിട്ട് 12 ഉറവ എന്ന് പറയുന്ന കാര്യം സൂറത്ത് ബഖറയിലുണ്ട്. അപ്പൊ എന്തുകൊണ്ട് 12 എന്ന് വെച്ചാൽ ഇവര് 12 ഗോത്രങ്ങളായി പിരിഞ്ഞു. അപ്പൊ ഓരോ ഗോത്രത്തിനും ഓരോ വെള്ളത്തിന്റെ അരുവി എന്നുള്ള രീതിയിലാണ് അങ്ങനെ ആക്കിയത്. അപ്പൊ ഈ 12 മക്കളിലെ പേര് എന്ന് പറയുന്ന ഒന്നാമത്തെ 12 ആളുകളുടെ പേര് ഞാൻ വായിക്കാം. രുബേൻ, അതുപോലെ ഷിമയോൻ, ലേവി, യഹൂദ, ദാൻ, നഫ്താലി, ഗാദ്, ആഷേർ, ഇസാഖാർ, സെബുലുൻ, ദീന, യോസെഫ്. ഇത് ബൈബിളിൽ പറയുന്ന പേരുകളുടെ. യൂസുഫ് അലൈഹി ഇസ്ലാമിനാണ് യോസെഫ് എന്ന് പറയുന്നത്, യൂസുഫ്. അതുപോലെ ദീന ബിന്യാമീന്റെ ഒരു ഇത്. അപ്പൊ ഇതില് ഒരു മകനുണ്ട്, 4ാമത് പറഞ്ഞ മകൻ യഹൂദ എന്നുള്ളൊരു മകനുണ്ട്, യഹൂദ. ആ യഹൂദ എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും വിചാരിക്കും ബനി ഇസ്രായേലിൽ നിന്ന് 2 കൂട്ടരായി വെച്ച് യഹൂദരും ക്രിസ്ത്യാനികളും അല്ലേ? എങ്ങനെയാണ് യഹൂദ എന്ന പേര് വന്നതെന്ന് ചോദിച്ചാൽ, ഈ യഹൂദ എന്ന യാക്കൂബ് നബിയുടെ മകന്റെ സന്താന പരമ്പരയാണ് യഹൂദികൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് യഹൂദികൾ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള 11 മക്കളുടെ സന്താന പരമ്പര ഇവിടെ പോയി എന്നുള്ളതിന്റെ ഉത്തരം, അതായത് പിൽക്കാലത്ത് അവരുടെ സന്തതികൾ 12 ഉപഗോത്രങ്ങളായി അറിയപ്പെട്ടു. ഈ ഗോത്രങ്ങളിൽ യാക്കൂബിന്റെ 4ാമത്തെ പുത്രൻ യഹൂദായിൽ നിന്ന് ഉത്ഭവിച്ച ഗോത്രം മറ്റു ഗോത്രങ്ങളെക്കാൾ പ്രബലരായ കാലം മുതലാണ് ഇസ്രായേലിയർ പൊതുവിൽ യഹൂദർ എന്നറിയപ്പെട്ടു തുടങ്ങിയത്. മനസ്സിലായല്ലേ? ഈ 12 ഗോത്രങ്ങളിൽ യഹൂദ എന്ന മകന്റെ ഗോത്രമാണ് പിന്നീട് മറ്റ് ഗോത്രങ്ങളെക്കാൾ ശക്തി പ്രാപിച്ച് പ്രബലമായ ഗോത്രമായി മാറിയത് ഇവരായതുകൊണ്ടാണ് പിന്നീട് ബനു ഇസ്രായേലിയർ എന്നുള്ള ഗണത്തെ യഹൂദർ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ഈ ചരിത്രം നമ്മുടെ മനസ്സിൽ ശരിക്കും ഉണ്ടാവണം കേട്ടോ.
നമ്മൾ ഏതൊരു വാക്ക് പറയുമ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടായത് എന്നതിന്റെ ഒരു പിന്നെ ഡീപ്പായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ എപ്പോഴും അറിയണം. അവരുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനായിരുന്നു യൂസുഫ് അലൈഹിസ്സലാം. പിൽക്കാലത്തും അനേകം, അതായത് ഈ ബനു ഇസ്രായേലിലുള്ള ഒരു പ്രവാചകനായിട്ട് നിയമിതനായ യൂസുഫ് അലൈഹിസ്സലാം. പിൽക്കാലത്തും അനേകം പ്രവാചകന്മാർ അവർക്കിടയിൽ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് യാക്കൂബ് സന്തതികളെയും ദിവ്യ സന്ദേശം ലഭിച്ചവരുടെ ഗണത്തിൽ പരാമർശിച്ചത്. മനസ്സിലായില്ലേ? ഇവിടെ യാക്കൂബ വാസ്ബാത്ത് എന്ന് പ്രവാചകന്മാർക്കിടയിൽ എടുത്ത് പറയാൻ കാരണം അവർക്കിടയിൽ ഒരുപാട് പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞങ്ങൾ ആരും തന്നെ ഈ പ്രവാചകന്മാർക്കിടയിൽ, മുസ്ലിങ്ങൾ പറയാണ്, ഒരു വിവേചനവും കൽപ്പിക്കുന്നില്ല എന്ന് മുസ്ലിങ്ങൾ പറയണമെങ്കിൽ ഈ യഹൂദരായ ഇവര് ഒരുപാട് വിവേചനം കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് വിവേചനം അവർ കാണിക്കുന്നത്? അതായത് ഈ ജൂത ക്രൈസ്തവ വിഭാഗങ്ങളുടെ നിലപാടുകളുടെ പശ്ചാത്തലത്തിൽ സവിശേഷം പ്രസക്തമാണ് ഈ ഒരു വാക്ക്. അതായത് ഞങ്ങൾ ആരും വിവേചനം കാണിച്ചിട്ടില്ല എന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് അവരോട് അത് പറഞ്ഞു എന്ന് ചോദിച്ചാല്, ജൂതന്മാർ അവരിൽ ആഗതരായ പല പ്രവാചകന്മാരെയും തള്ളിപ്പറഞ്ഞിരുന്നു. ചിലരെ കൊന്നുകളയുവരെ ചെയ്തു. ജൂതന്മാർ വധിച്ചിട്ടില്ലെങ്കിലും വധിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു പ്രവാചകനാണ് ഈസാ അലൈഹി ഇസ്ലാം. ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ അറിയാം അല്ലെ? ഈ ജൂതന്മാര് പ്രവാചകനെ കൊന്നു കുരിശിലേറ്റി എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തിയതാണ് ആകാശത്ത്. ശരിക്കും അവർക്ക് കൊല്ലാൻ സാധിച്ചിട്ടില്ല. പക്ഷെ അവർ വധിച്ചു എന്ന് അവകാശപ്പെടുന്നു. മുമ്പ് വന്ന ചില പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞ പാരമ്പര്യമുള്ള ഇസ്രായേലർ തന്നെയായിരുന്നു അക്കാലത്തെ ക്രിസ്ത്യാനികളും. ഇപ്പോഴും ജൂതന്മാരെ പോലെ തന്നെ അവരും അന്ത്യപ്രവാചകനെ മുഹമ്മദ് നബിയെ തള്ളിപ്പറയുന്ന പങ്കാളി. അതായത് ക്രിസ്ത്യാനികൾ ഇതുപോലെ തന്നെ പ്രവാചകന്മാരോടുള്ള നിലപാട് ഇതേപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസാനം വന്ന മുഹമ്മദ് നബിയായ നമ്മുടെ പ്രവാചകനെ ഈ രണ്ടു കൂട്ടരും തള്ളിപ്പറയുന്നതിൽ ഒരുപോലെ അവർ ഒരുമിച്ചിരിക്കുകയാണ്. വേദക്കാരുടെ ഈ നിലപാട് സൂറ നിസായിൽ പറയുന്നുണ്ട്. അവർ അള്ളാഹുലും അവന്റെ ദൂതർക്കുമിടയിൽ ഭിന്നത കൽപ്പിക്കുകയും ഞങ്ങൾ ചിലരിൽ വിശ്വസിക്കുകയും ചിലരിൽ അവിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് ജൽപ്പിക്കും. വിശ്വാസത്തിനും നിഷേധത്തിനും ഇടയിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന് സൂറത്ത് അഹ്സാബില് പറയുന്നുണ്ട്. അല്ല സോറി, സൂറത്ത് നിസാ 150 ആയത്തില്. ഇവിടെ ഇനിയിപ്പോ ഇന്ന് ഞാൻ അരമണിക്കൂറാണ് ക്ലാസ് എടുക്കാൻ വിചാരിച്ചത്. അപ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത 2 ആയത്ത് അടുത്ത ആഴ്ച എടുക്കാം. ചെറിയൊരു തിരക്കുള്ളത് കൊണ്ട് എനിക്കൊന്ന് പോവേണ്ടതുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ ഒരു ആയത്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇലാ ഇബ്രാഹിമ വഇസ്മാഈല വഇസ്ഹാഖ വയാഖൂബ വല്ലസ്ബാത്തി വമാ ഊതിയ മൂസ വഈസ വമാ ഊതിയ നബിയൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദ്. എന്തുകൊണ്ടാണ് ലാ നുഫർരിഖു ബൈന അഹദി മിൻഹുന്നും ക്രിസ്ത്യാനിയോട് പറയുന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ വായിച്ചത്. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിന് മുഴുവനായിട്ടും സമർപ്പിച്ചവരാണ് എന്ന് മുസ്ലിങ്ങളോട് ഇവരോട് പറയാൻ പറഞ്ഞിരിക്കണം അള്ളാഹു. അപ്പൊ ഇത്രയാണ് ഉള്ളത്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ.